ഞാനിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം മുന്നോട്ട് പോയാൽ കാട്ടിനകത്തൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ അടിപൊളിയായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ജോഗോ ഏഞ്ചലോ ഇല്ലെങ്കിൽ അതിരപ്പള്ളിയോ പോലെയാണെന്നൊന്നും വിചാരിക്കരുത്. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഏകദേശം. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഏകദേശം അടുത്തുള്ള പേപ്പർ ഡാമിൻ്റെ റിസർവയറിൻ്റെ സൈഡിലാണ്. ഇവിടെ കൂടി ഒരു ആറ് വരുന്നുണ്ട്. എൻ്റെ ബാക്കിലോട്ട് നോക്കുക, ആറും റിസർവയറും കൂടി വന്ന് ചേരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കൂടി പണ്ട് നടന്നൊരു വഴിയുണ്ട്, പണ്ടല്ല ഇപ്പോഴും ആൾ നടക്കുന്നൊരു വഴിയാണ്. അപ്പോൾ അവിടെ കൂടി പോകുമ്പോൾ ഈ ആറ്റിൽ തന്നെ ഉള്ള അതിമനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുടെ വെള്ളച്ചാട്ടം. അപ്പോൾ അതുവഴിയാണ് ഞാൻ പോകുന്നത്. ഞാൻ ശരിക്കും ഇതുവഴി വന്നിട്ട് കുറേ കാലമായി. മേലക്കൂടിയാണ് നടന്നു വന്നത്. അത് ഇപ്പോൾ ഓൾറെഡി ഇതാണ് ആ വഴി. ഇപ്പോൾ ഈ വഴി അടഞ്ഞിരിക്കുകയാണ്, ഇവിടെ കൂടി ആൾ നടക്കുന്നില്ല. പണ്ട് ഞാനൊക്കെ വന്ന കാലത്ത് ഈ വഴിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പൊതുവെ ഈ ഭാഗത്തോട്ട് വരാറുമില്ല, അതുകൊണ്ട് തന്നെ ഇതുവഴി നടക്കാറുമില്ല. ഇപ്പോൾ ആൾ നടക്കുന്ന വഴി മേലക്കൂടെയാണ്. ഇതായിരുന്നു പണ്ടത്തെ ഓൾഡ് വഴി. ഇതാറാണെങ്കിലും ആറ്റവും വെള്ളമൊക്കെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം കുറവാണെങ്കിലും കുറച്ചുണ്ട്. ഇവിടെ കൂടി ക്രോസ് ചെയ്ത് നേരെ അക്കരെ കയറി അങ്ങനെ പോകാം, അതാണ് പ്ലാൻ. വെള്ളത്തിൻ്റെ ആ സൗണ്ട് ഉള്ളത് കൊണ്ട് പറയുന്നത് കേൾക്കാനായിട്ട് അത്യാവശ്യം നല്ല പാടായിരിക്കും. ഞാനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ പിടിക്കാനും പോകാനും കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോൾ ഈ വെള്ളമില്ലാത്തതും കണക്കാക്കണ്ട, അത്യാവശ്യം നല്ല വെള്ളം വരുന്ന ആറാണ്. മഴ സമയത്ത് നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ, ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ഇല്ലെന്നേ ഉള്ളൂ. പണ്ടൊക്കെ റിസർവയറിന് ചൂണ്ടയിട്ടിട്ട് പോകുന്ന വഴി ഇതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ ആറിന് പാരലായിട്ട് മേലക്കൊരു വഴിയുണ്ട്. ഈ വഴി ഇപ്പോൾ ഉണ്ട്, ഇത് പക്ഷേ തെളിച്ചില്ലെന്നേ ഉള്ളൂ. ഞാനങ്ങനെ ആറ് കടന്ന് ഇക്കരൊക്കെയോ ഞാനങ്ങനെ ആറ് കടന്ന് ഇക്കരൊക്കെ അറിയിച്ചല്ലേ. കൊള്ളാം, അടിപൊളി. വെള്ളം കുറവാണെങ്കിലും ഒറ്റ പ്രാവശ്യം കാണാൻ അടിപൊളിയാണ്. പിന്നെ സൗണ്ട് പറയുന്നത് ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ആറ്റിൻ്റെ സൈഡിലായതുകൊണ്ട് വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ആയതുകൊണ്ട്. ഇതിലും സൗണ്ട് കൂടുതൽ കിട്ടണമെങ്കിൽ നടക്കുന്ന തൊള്ള കയറി വിളിക്കണം. പിന്നെ മയക്കുണ്ട്, പിന്നെ അത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ, ഞാനത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. കയ്യിലുണ്ട്. ഇനി ഒട്ടും സൗണ്ട് കേട്ടില്ലെങ്കിൽ മയക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും കാട്ടിലാണ്. ഇപ്പം മേലെ കൂടി ആറ്റിൻ്റെ സൈഡിൽ നിന്നൊരു മരം മറിഞ്ഞ് വീണിട്ടുണ്ട്. നേരത്തെ ഇതായിരുന്നു വഴി. ഇപ്പോൾ അക്കരെ കൂടി ആറ്റിന് പാരലായിട്ട് അക്കരെ കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വഴി നല്ല വഴി ആയതുകൊണ്ട് ഇത് ഒറ്റ ആറ്റിലൂടെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ ആരും ഇതുവഴി വരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വഴി വരുന്നത്. ആറ്റിൻ്റെ സൈഡിൽ നിന്നൊരു മരം ഇടിഞ്ഞ് പറഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഏകദേശം ഒരു 200, 250, ഒരു 300 മീറ്റർ മാക്സിമം. അതിൻ്റെ മേലോട്ട് ആളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു 200, 300 മീറ്റർ. ഈ സ്ഥലത്തൊന്നും ആളില്ല, ഒറ്റ മനുഷ്യരില്ല, കാടാണ്. എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആനയും കാട്ടുപോത്തും ഒക്കെ വരാറുള്ളൂ. ഒരു ആനപ്പുണ്ടോണ്ടേ എന്താ മാസങ്ങളോളം പഴക്കമുള്ള ആനപ്പിണ്ടമാണ്. ഇപ്പോൾ ഈ കാട്ടിലൂടെ ആനയും ആനപ്പിണ്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ കൂടി എനിക്ക് വരാൻ പറ്റുന്നത്. ആറ്റിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു 200 മീറ്ററൊക്കെ ഉണ്ടെന്നാണ്. ഇതൊരു 100, 150 മീറ്ററേ ഉള്ളൂ. അത്രയും ദൂരത്തിൽ വരുമ്പോൾ തന്നെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, അത്യാവശ്യമായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം. പക്ഷേ നല്ല മഴ സമയത്താണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ടും വെള്ളം കുറവായതുകൊണ്ടും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മയക്ക് വെക്കണം, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ആയതുകൊണ്ട് പറയുന്നൊന്നും കേൾക്കാൻ പറ്റാതാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് മയക്ക് വെക്കുന്നതായിരിക്കും. പണ്ട് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു അക്കരെ അവിടത്തെ. ആ മാവാണ് ആ മറിഞ്ഞ് കിടക്കുന്നത്. നല്ലൊരു പുളിച്ചി മാവായിരുന്നു. അത് വെള്ളം വന്നപ്പോൾ അത് കാട്ടിൻ്റെ സൈഡിലാണ് നിന്നത്. ബലമില്ലാത്തതുകൊണ്ട് കാറ്റടിച്ചപ്പോൾ അങ്ങ് മറിഞ്ഞു പോകുന്നു. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം.
ചെറിയത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കണ്ട ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇതിനേക്കാളും ഇത്രയും കൂടി വലുതായത് ഇതിന്റെ മേലെ ഒരെണ്ണമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് അതിന്റെ തുടക്കം. ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് കണ്ട് നോക്കി നിൽക്കാനൊന്നുമില്ല. നോക്കി നിൽക്കാൻ കാഴ്ചയൊന്നുമില്ല. എനിക്കിവിടെ നോക്കി നിൽക്കേണ്ട ക്ഷമയുമില്ല. അപ്പൊ അതുകൊണ്ട് നേരെ മേലെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. ഈ വഴി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് നടന്ന വഴിയാണ്. ഇപ്പൊ ഇതിലെന്താ പറയുക, ഇപ്പൊ ഇതുവഴി നടക്കുന്നൊന്നുമില്ല. കാരണം അത് ആറ്റുവേടി ആയതുകൊണ്ട് ഈ മഴ സമയത്ത് വെള്ളം വന്നാൽ ഇതുവഴി നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാനിതാ പകുതിയിലോട്ട് എത്തിയിരിക്കുന്നു. പകുതി എന്ന് പറഞ്ഞ് കുറച്ച് മുന്നിലോട്ട് വന്ന് അവിടെ ഒരു വലിയ സ്ഥിതിയാണ്. പക്ഷെ നീന്താൻ അറിഞ്ഞുകൂടി അവിടെ കുറച്ച് ചാടിയാ പോകും. ഇങ്ങനെ പറഞ്ഞാൽ നോക്കി താഴ്ന്നു പോകൂല. ശരിക്കത്ത് എന്തായാലും താഴെ അവിടെ കൊണ്ടുപോകും. അവിടെ താഴ്ചയൊന്നുമില്ല, വളരെ മുത്തപ്പം താഴ്ചയുള്ളൂ. പക്ഷെ ഇവിടെ നല്ല താഴ്ചയാണ്. ഈ കാണുന്ന കുഴിയിൽ അക്കരെ കണ്ട ഒരു ആല് നിൽക്കുന്നുണ്ട്. അടിപൊളി ഒരു ആല്. ഈ ഭാഗത്ത് നല്ല കുഴിയാണ്, പിന്നെ മൊത്തം കല്ലടയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാം. അതായത് ഈ മഴ സമയത്ത് നല്ല മഴയുള്ളപ്പോ വെള്ളം കൂടുതൽ വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലൊന്നുമല്ല. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് അങ്ങ് താഴെ വന്നതെന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് അടിപൊളിയാണ് കാണാൻ. എല്ലാം എനിക്കൊരു ഒറ്റ അഭ്യർത്ഥന കാണുന്ന നിങ്ങളോടുള്ളൂ. അതായത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം ഇത് കാണാൻ അടിപൊളിയാണ്, മനോഹരമാണ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ദിവസം വരണം, വന്ന് കുളിക്കണം, ഇതൊക്കെ വന്നൊന്ന് കാണണം, കണ്ട് എൻജോയ് ചെയ്യണം എന്നൊന്നും ആരും ആവശ്യപ്പെടരുത്. അങ്ങനെ പറഞ്ഞിട്ട് ആരും എനിക്ക് കമന്റ് ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യരുത്. കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് ആർക്കും വരാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും അങ്ങനെ കൊണ്ടുവരത്തില്ല. നിങ്ങൾക്ക് ഈ വനത്തിനകത്തോട്ട് വരണം, വനം കാണണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ട്രക്കിങ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടേക്ക് വരിക. ട്രക്കിംഗ് സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടത്ത് രണ്ടെണ്ണമേ ഉള്ളൂ വനത്തിനകത്ത്. ഒന്ന് അഗസ്ത്യാർകൂടവും ഒന്ന് കതിർമുടിയും. അഗസ്ത്യാർകൂടത്തിനോട് ട്രക്കിങ്ങിന് വരണമെങ്കിൽ അത്യാവശ്യം നല്ല ചെലവും നല്ല റിസ്ക്കാണ്. ഏകദേശം 1, 2, 3 വർഷം എന്തോ ട്രിപ്പ് വരും അഗസ്ത്യാർകൂടത്തിലോട്ട്. പക്ഷേ കതിർമുടിയിലേക്കാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഈ വനം കാണണമെന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ വനം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കതിർമുടി ട്രക്കിങ്ങിലോട്ട് വരിക. അത് വന്ന് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ ഇവിടെ ഒന്നും വരാനോ കാണാനോ നിങ്ങൾ ആഗ്രഹിക്കരുത്. വരാനായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്. ഞാൻ പെട്ട് നിൽക്കുകയാണ്. എന്താ ഇതിന്റെ കൂടി ഇപ്പൊ നൈസായി കയറി പൊക്കളാന്ന് വിചാരിച്ചിട്ട് കയറി വന്നതാണ്, പറ്റിയില്ല. എന്നിട്ട് അക്കരെ കയറണമെങ്കിൽ വന്ന വഴി അത്രയും ഞാൻ തിരിച്ചു നടക്കേണ്ടതുണ്ട്. ഇന്ന് താഴെ കൂടി അക്കരെ കയറാൻ പറ്റി. അക്കരത്തെ ഇടയിലൂടെയാണ് പോകേണ്ടത്. ഈ വെള്ളം വറ്റിക്കിടക്കുന്ന സമയത്താണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഞാനിപ്പോ വന്ന വഴി ഉപയോഗിക്കാൻ ഇതുവഴി വരാം. ഇപ്പൊ വെള്ളം ഉള്ളത് കൊണ്ട് ഇവിടെ കൂടി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുവഴി വരുന്നില്ല. അതുകൊണ്ട് ഇതുവഴി പൊതുവെ അതുകൊണ്ട് ഈ വഴി പോകുന്നവരൊക്കെ ആൾട്ടർനേറ്റീവായിട്ട് അപ്പുറത്തൂടെ വഴി തെറ്റാക്കിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അവൻ ചാട് രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയില്ല. കടയിൽ പോയെങ്കിൽ എല്ലാം തേങ്ങയാണ്. പിന്നെ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് ആ മുന്നിൽ കാണുന്നത്. അത് ഇപ്പൊ ഞാൻ നേരത്തെ കാണുന്ന പോലെ അടിപൊളിയാണ്. ഈ അടിപൊളി എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ട് കാണണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് നല്ല വെള്ളം വരുമ്പോൾ മാത്രമാണ് അത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത്ര പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ വന്ന സ്ഥലത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെവിടെയും നല്ല വെള്ളം അധികം വരുന്ന സമയത്ത്, നല്ല മഴ സമയത്ത് ധാരാളം വെള്ളം വരുന്ന സമയത്ത് ഇവിടെ എവിടെയും വരാൻ പറ്റത്തില്ല. ഞാൻ പോകുന്ന വഴി ഇത് മൊത്തം നിറഞ്ഞു വരുന്നില്ല. കാരണം നട ആറ്റിലൂടെയാണ് പോകുന്നത്. അത്രയ്ക്ക് വലിയ ആറൊന്നുമല്ല, ചെറിയൊരു ആറാണെങ്കിൽ പോലും നട ആറ്റിലൂടെയാണ് ഞാൻ ഈ വഴിയുള്ളത്. ഇപ്പൊ ഞാൻ പോകുന്നത്. പിന്നെ ഈ പാറ മൊത്തം മനസ്സിലാണ് അടിപൊളി ചെയ്യുന്നത്.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല വെള്ളം. ഇത് ഒരാളാണ് 2 കാലാണ്, ശരിക്കും പറഞ്ഞാൽ 3 കാലാണ്. ഈ വെള്ളം വരുന്നത് 1 കാല്, അല്ലെങ്കിൽ അടുത്തേക്കാണ് 1 കാല്, കൂടി വരും 1 കാല്. ഇതിൽ അടിപൊളിയായിട്ടുള്ളത് ഇതാണ്. ഇത് വെള്ളം നിറഞ്ഞു വരുന്ന സമയത്ത് അങ്ങ് താഴെ അതൊന്ന് കാണണം. അടിപൊളിയാണ്. അതൊന്ന് കാണണം വെച്ചാൽ അവിടെ വരാൻ പറ്റില്ല. ആ ഭാഗത്ത് നിന്ന് കണ്ടാൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ വരാനൊക്കെ ഈ സമയത്ത് പറ്റത്തുള്ളൂ. ഇത്രയും വെള്ളം ഉള്ളപ്പോൾ വെള്ളം നിറഞ്ഞു വരുമ്പോ അങ്ങ് മുട്ടി ഇതൊക്കെ പൂർത്തിയായി നേരം വരാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി. ഓരോരുത്തർ താഴെ പോയതിനെ പാറ നല്ല വഴിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കാണാം. ഒറ്റ പ്രാവശ്യം കണ്ടിട്ട് അടിപൊളി. അത് തന്നെയാണ് നടക്കിടക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെ ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വന്നതല്ല. താഴെ തേക്കലിൽ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് 6 വഴി പോകേണ്ട സെൽഫസ്റ്റ് ആയിട്ടുള്ള വഴി ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വഴി വന്നത്. അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ റൂട്ടിന്റെ ഒക്കെ മുന്നിലൂടെ ഇറങ്ങിത്തിരുന്നുള്ള വർഷമാണ്. ഇവിടെ ഇത്ര വെള്ളമേ ഉള്ളൂ. അടിപൊളി. ഇവിടെ ഞാൻ ചെരുപ്പൂരി ഇട്ടിട്ടുണ്ട്. ഈ ചെരുപ്പൂരി ഇട്ടിട്ട് ഞാൻ പോകുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അങ്ങനെയല്ല, മേലെന്ന് ഒറ്റയാറ് വന്നിട്ട് ഇവിടെ നിന്ന് കവര് കണക്കെ തിരിഞ്ഞു പോകും. അതാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ കൂടെ ഒരു കാല്, ഈ കാലിലെടുപ്പാണ് വെള്ളമാണ് ഇപ്പൊ കാണിച്ചത്. അത് വയ്യാൽക്കാർ വന്നത് ഇവിടെ അക്കരയ്ക്ക് അറിയാം. അടിപൊളി. ഇതിരപ്പള്ളി വെല്ലുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതിനേക്കാളും അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി മഴ സമയത്ത് വന്നിരുന്നുണ്ട്. കൊള്ളാം. ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നത് കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നതിലേക്കാണ് പറയാം. വന്നത് അതൊരു പാറയുണ്ട്. ആ പാറ ഇങ്ങനെ വന്ന് ഈ വെള്ളച്ചാട്ടം ഇത്രയും കണ്ട് ആ വെള്ളച്ചാട്ടവും കണ്ട് ഇനിയിപ്പോ കുറച്ചുകൂടി മേലെ പോകണം. പക്ഷെ അങ്ങനെ അവസാനം ഞാൻ ആ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കണ്ടോട് നിൽക്കുകയാണ്. എനിക്ക് ഈ സൈഡിലൂടെ കാല് പോകുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ ആ സൈഡിലൂടെ കാലിലൂടെ താഴെ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നിപ്പോ തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 150 മീറ്റർ 200 മീറ്ററിനകത്ത് വരത്തുള്ളൂ. ഞാൻ സൈഡിൽ നിന്ന് കയറി വന്നത്. പക്ഷെ ഇതൊന്ന് തൊട്ടുമേലെ ഇതൊന്ന് നോക്കിയാൽ കാണാം. എന്റെ മുന്നിൽ അങ്ങോട്ട് കാണുന്നത് വിളയായി. ഒരു സൈഡിലോട്ട് വിളയായി. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, വീടും വിളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഇപ്പൊ നിൽക്കുന്നതല്ല, കുറച്ച് മേലെ വരെ അതുവരെ ആളില്ലാത്തൊരു സ്ഥലമുണ്ട്. ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമല്ല, എന്നാലും ഇപ്പഴല്ല. ഒരു അബദ്ധം എന്ന് വെച്ചാൽ കമ്പനിയിൽ എടുത്തില്ല. ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് താഴെ എന്നൊരു കമ്പനിയിൽ എടുത്തു ചേർക്കാൻ ഞാൻ അത് മറന്നുപോയി. ഇങ്ങനെ കയറി വന്നിട്ടാണ് ഉപയോഗിച്ചത്. ഇത് കാണുന്ന പോലെയൊന്നുമല്ല, പാറ മൊത്തം പായൽ പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വഴിക്കലാണ്. കാരണം ഇവിടെ കൂടെ ആള് നടന്നില്ല. അങ്ങനെ കമ്പനിയിൽ എടുക്കാൻ വേണ്ടി താഴെ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് തിരിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കമ്പനി എടുക്കണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഇവിടെ ഈ ഭാഗത്തൊന്ന് എടുക്കുന്ന ഏതെങ്കിലും കമ്പനിയിലായിരിക്കും നിങ്ങൾ അതിനെ കണ്ടത്. ഇല്ലെങ്കിൽ ഈ വീഡിയോകൾ കമ്പനിയിലായിട്ട് ഞാൻ വെക്കുന്നത്. ഒരു മനോഹാരിത തോന്നുന്നില്ല എനിക്ക്. കഴിഞ്ഞിട്ട് ഒരു ഡെസ്ക് പോരാ. കമ്പനികളിൽ ഒരു ഫീല് വരുന്നില്ല എനിക്ക് അവിടെ വന്നിട്ട് എടുത്തോട്ടെ.
ഇത്രയും ദൂരം വന്നെത്തിയിട്ട് എന്തൊരു കഷ്ടപ്പെട്ടിട്ടായാലും ഒരു തമ്പുരയിൽ എടുത്തിട്ട് ഞാൻ പോകുന്നത്. ഞാനിപ്പോ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഓ അടിപൊളി. ഇങ്ങോട്ട് നോക്കിയാൽ ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ വന്നത് ബാക്കിൽ നിന്നാണ്. ഇങ്ങനെ മുന്നിലോട്ടാണ് പോവാനുള്ളതും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. മരത്തിന് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. അതിന്റെ ഇലകളിൽ മൊത്തം എന്തോ കുരു കണക്കിരിക്കുന്നു. അത് വേണമെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയാം. പക്ഷേ ഒരു പ്രത്യേകതയൊന്നല്ല. അടിപൊളി പാറയും പാറ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ആറാണ്. വലിയ വീതിയും വിസ്താരമൊന്നുമില്ല. ഞാൻ കുറെ കാലമായി ഇതുവഴി വന്നിട്ട്, ആറുവഴി വന്നിട്ട് അതിന്റെ താഴെ തന്നെ തോന്നി. ആ തോലിന്റെ നേരെ അക്കരെ വെച്ചിട്ട് അക്കരെ കാണുന്ന അതൊക്കെ വിളയാണ്. ആ ഭാഗം അവിടെ താളുണ്ട്, അവിടെ വെട്ടുന്ന റബ്ബറുണ്ട്, നേരെ വീടൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ ഉള്ള കുളിക്കടവും അടക്കുവരവും. പക്ഷെ ഈ ഭാഗത്ത് മൊത്തം കാണാന് ഇതിന്റെ ഈ ആറ്റിന്റെ വലേ സൈഡിൽ കാണും, വലേ സൈഡിൽ വിളയുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനങ്ങനെ തേക്കലിൽ നിന്ന് കയറി ഇതുവരെ വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മേലോട്ട് പോകാൻ വഴിയില്ലായിരുന്നു. പണ്ട് വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ വഴിയില്ല. ഇതുവഴി ആരും നടക്കാത്തത് കൊണ്ട്, അക്കരെ കൂടി വഴിയിട്ട് അവർ നടക്കുന്നത് കൊണ്ട്, ആറ് വഴി ഇപ്പൊ ആരും നടക്കാത്തത് എനിക്കിവിടെ കൂടി നേരെ കയറി പോകാൻ വഴിയില്ല. അപ്പൊ ഇവിടെ കൂടി ഒരു താരയുണ്ട്, ഒരു ആനയുടെ പോത്തിന്റെ എന്തൊക്കെ നടക്കുന്ന താര. ആനയല്ല, പോത്തും പന്നിയൊക്കെ നടക്കുന്ന ഒരു താരയുണ്ട്. അടിപൊളിയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം. ഈറക്കാടിന്റെ ഉള്ളിലൂടെയാണ്. കാണിച്ചു തരാം. അതും ഇവിടെ ഇപ്പോഴും ഒന്നും നടന്നില്ലാന്ന് തോന്നുന്നു. പണ്ടെന്നോ ആനയാണ് ഇവിടെ പോയത് ലാസ്റ്റ് എന്ന് തോന്നുന്നു. ഈറക്കാടുകൾ, ഈറകളൊക്കെ വളർന്നു നിൽപ്പുണ്ട്. ഇതിനകത്ത് മൊത്തം ഈറയാണ്. ഇത് മൊത്തം ഈറയാണ്. എന്ന് പറഞ്ഞ് ഈ ആറ്റിന്റെ സൈഡിലേ ഉള്ളൂ. ഇവിടെ കൂടെയൊക്കെ 2 ദിവസം മുമ്പ് കാട്ടുപോത്ത് പോയിരിപ്പുണ്ട്. ഇവിടെ കൂടി ഒരു താരയുണ്ട്, അപ്പൊ അത് വഴിയാണ് പോകുന്നത്. ഇതുവഴി കയറിയ എനിക്ക് വളരെ അനായാസം വീട്ടിലെത്താം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവഴി തിരഞ്ഞെടുത്തതും ഇതുവഴി പോകുന്നത്. ഈ വന്ന വഴിക്ക് ആറ്റ് വഴി തന്നെ കയറി പോവാൻ നേരത്തെ വഴി ഉണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം ഈ ആറ്റിന്റെ 2 സൈഡിലും ഈറ ആയപ്പോ ഈറ 2 സൈഡിലും വന്ന് പൊട്ടി വഴി അടഞ്ഞു പോയി. പക്ഷേ എനിക്ക് വിളയിലോട്ട് എത്താൻ ഏറ്റവും എളുപ്പം ഈ പോകുന്ന വഴി തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഈറയുണ്ട്. അങ്ങോട്ടൊക്കെ ഈ പോകുമ്പോ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മുളകളാണ്. മുളയും പിന്നെ ഇതുപോലത്തെ തായ്ക്കാടുകളൊക്കെ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ആവേശത്തിന് ഇവിടെ കൂടി കയറി വരികയും ചെയ്ത്. ഇവിടെ വഴിയൊന്നും കാണാനില്ല. പണ്ട് താരയാണ്, വഴിയല്ല ഇത് താരയാണ് ശരിക്കും. പണ്ട് ഈ താര ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനെ പോലും കാണാനില്ല. എന്തായാലും ഞാൻ തപ്പിപ്പിടിച്ച് വീട്ടിലെത്തും. ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ വിളവിൽ കയറിയിട്ട് കാണാം. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടെത്തി. വേറെ ഒന്നുമല്ല, 2 കുമ്മളിരിക്കുന്നത് ഞാൻ കണ്ടെത്തി. കുമ്മളിരിക്കുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പോയ സമയത്ത് കണ്ടുവച്ചതാണ്. ആ കൂണിനെ ഞാൻ എടുത്തു കളയാം, കാരണം ഇത് വിരിഞ്ഞു പോയി. വിരിയാതിരുന്നിരുന്നെങ്കിൽ, വിരിഞ്ഞു പോയിട്ടായാലും ഏകദേശം വണ്ടുകളൊക്കെ വീഴുന്ന ഒരു അവസ്ഥയിലോട്ട് കൂൺ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നോക്കിയിട്ട് ഇല്ലാതായിട്ടൊന്നുമില്ല. ഇപ്പൊ കഴിക്കാനായിട്ട് കൊള്ളാം, ആ കണക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുമ്മളെടുത്തിട്ടുണ്ട്. നേരത്തെ പോയപ്പോ കണ്ടുവച്ചതാണ്. ഇത്രയും വിരിഞ്ഞത് കൊണ്ടാണ് എടുത്തത്. തള്ളി ഞാൻ വഴിയിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നു വിത്ത് ഈ 3 കുമ്മള്. ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാ, ഇത് ഒരിടത്ത് ഞാൻ കുറച്ച് കൂണ് കണ്ടുവച്ചിട്ടുണ്ട്. കൂണ് ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കൂണ് എടുക്കുന്ന ഒരു വീഡിയോ വരും, താമസിയാതെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ല എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാട്ടിൽ പോയിട്ട് കൂണെടുക്കുന്ന ഒരു വീഡിയോ വരുന്നതായിരിക്കും. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്ത് ഇതേ സമയം കൂണളവി ഈ പറഞ്ഞ
ഇപ്രാവശ്യം കൂണിളവി അതേ സ്ഥലത്ത് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം കൂണിളവി. അപ്പോൾ ആ കൂൺ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 1-1.5 ലക്ഷം വ്യൂ വന്നതാണ്. അത്രയും വ്യൂ വന്നു. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നൊരു വീഡിയോ ആണ് അത്, ഞാൻ കുമ്പ് എടുക്കാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും ആ പരിപാടി ചെയ്യുന്നതായിരിക്കും. കൂണ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. എടുക്കണം, പോയി നോക്കണം. ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ പോയി നോക്കും. വേറെ ആരും എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും. അത് അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും എടുക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആരെങ്കിലും എടുത്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. ഇനി ആരും എടുത്തില്ലെങ്കിൽ ഞാൻ പോയിട്ട് എടുക്കുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ താമസിയാതെ തന്നെ വരും. ആ വീഡിയോയിൽ ഇന്ന് തന്നെ ഷൂട്ടും ചെയ്യും. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ആ വീഡിയോ വരുന്നുണ്ടായിരിക്കും, കണ്ടിരിക്കുക. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൻ്റെ എൻഡ് സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആ വീഡിയോ ഞാൻ കൊടുക്കുന്നതായിരിക്കുമേ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. ടിങ് ടിങ് കൂണും 3 കൂണും പറിച്ച് അങ്ങനെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. ഈ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരിട്ടല്ലാതെ പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി ഇല്ലാന്ന്, അതായത് കണ്ടന്റിന് ക്വാളിറ്റി ഇല്ലെന്ന്, ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന എൻ്റെ സ്റ്റൈൽ അത്ര പോരാ, ഇല്ലെങ്കിൽ നല്ല വീഡിയോകളല്ല എന്നും പറഞ്ഞ് ഊച്ച് ആൾക്കാർ കമന്റ് ചെയ്യുന്നതായിട്ട്, അതായത് നേരിട്ട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. വെറൈറ്റി കണ്ടന്റ് ചെയ്യണമെന്നല്ലാതെ ചെയ്യുന്നത് മോശമാണെന്നൊന്നും ആരും കമന്റ് ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന വീഡിയോ മോശമാണെങ്കിൽ, അത്ര പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണെങ്കിലും അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ അവസരത്തെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് മോശമാണെന്ന് തന്നെ പറയുക. അപ്പോൾ വീട്ടിലോട്ട് എത്തിയില്ലെങ്കിലും ഏകദേശം വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്, വിളയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് കൂണിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിലും അത് ഇടുന്ന മുറയ്ക്ക് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും തുറന്നു പറയാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ എൻഡ് സ്ക്രീനിൽ വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേതെങ്കിലും വീഡിയോയും കാണാവുന്നതാണ്. ഞാൻ ഒന്നും നിർബന്ധിക്കാറില്ല കേട്ടോ. പൊതുവെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കാണാനേ ഞാൻ അഭ്യർത്ഥിക്കാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ്. ടാറ്റ.